ഫുക്കറ്റിലാണ്. ഫുക്കറ്റിൽ നമ്മൾ നേരെ ബോട്ടിങ്ങും സംഭവങ്ങൾക്കായിട്ട് വന്നേക്കാണ് കേട്ടോ. ബാംബു ഐലൻഡിൽ എത്തിയേക്കാണ് കേട്ടോ. ചേട്ടനും അമ്മയും അച്ഛനൊക്കെ ഇവിടെ വരുന്നുണ്ട്. സുനാമി ഇവാക്വേഷൻ റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഫുക്കറ്റിൽ എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതെ, നല്ല ചിക്കൻ ഫ്രൈ ഉണ്ട്. അടുത്തത് മങ്കി ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. മങ്കി ബീച്ചിൽ എന്താണ് മങ്കീനെ കാണാനുണ്ടോ നോക്കുകയാണ്. അടുത്തത് ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിൽ പേടിയുണ്ടായിരുന്നത് എങ്ങനെ എന്താ സംഭവം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഫുക്കറ്റിലാണ്. ഫുക്കറ്റിൽ നമ്മൾ നേരെ ബോട്ടിങ്ങും സംഭവങ്ങൾക്കായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ബോട്ടിൽ കയറാനായിട്ട് പോകാൻ ഏതെല്ലാം കുറേ ഐലൻഡ്സ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. പിന്നെ സ്നോർക്കലിങ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ബോട്ട് എടുത്തേക്കാണ് കേട്ടോ. അതായത് നമ്മുടെ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ നേരെ പോകുന്നുണ്ട്. എവിടേക്കാ പോകുന്നത്? ബാംബു ആണോ? അപ്പോൾ ബാംബു ഐലൻഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് യാട്ട് എന്ന് പറഞ്ഞ ഏതോ ഒരു കമ്പനീൻ്റെതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ യാട്ട് കമ്പനീൻ്റെ എടുത്തിട്ട് നമ്മൾ ഇതിലാണ് ഫുൾ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. സ്നോർക്കലിങ്ങും കാര്യങ്ങളും പിന്നെ അതേപോലെ നമ്മുടെ ക്യാപ്റ്റനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ വേറെ കപ്പിത്താനും ഇവിടെ ഉണ്ട്. ഇവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലേ. വണ്ടി ചാടുന്നുണ്ട് കേട്ടോ. അതെ, ഇവ ചേട്ടൻ അമ്മേനെ പേടിപ്പിച്ചോണ്ടിരിക്കുക. ഇവിടെ വണ്ടി ചാടുന്നുള്ളത്. നമ്മുടെ ബോട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വല്ല കുതിരപ്പുറത്ത് പോകണ പോലെ ഉണ്ടല്ലേ. യാട്ട് മാസ്റ്റർ എന്നാണ് കമ്പനീൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതാക്കിയത്. നല്ല നീല പച്ച കളറിലുള്ള വെള്ളമാണ് കേട്ടോ അവിടെ ഉള്ളത്. ബാംബു ഐലൻഡിൽ എത്തിയേക്കാണ് കേട്ടോ. ചേട്ടനും അമ്മയും അച്ഛനൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് നേരെ ബാംബു ഐലൻഡിലോട്ട് പോയി നോക്കാം. ബാംബു ഐലൻഡ് ഇവിടുത്തെ വേറൊരു ഫേമസ് ഐലൻഡാണ്. അധികം ബോട്ടുകളൊന്നും ബാംബു ഐലൻഡിലോട്ട് വരില്ല. നമ്മളിങ്ങനെ പാക്കേജ് സംഭവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലാണ് ബാംബു ഐലൻഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറേ ബാംബൂസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറവാണെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുമ്പോൾ സ്റ്റിംഗ്റേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. നല്ല മനോഹരമായ കടലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ നോക്കി നോക്കാം. തായ്ലാൻഡ് സ്പെഷ്യൽ തായ്ലാൻഡ് ഉടുമ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ബാംബു ഐലൻഡിൽ വന്നപ്പോൾ. ഇതൊരു നാഷണൽ പാർക്ക് കൂടിയാണ്. അപ്പോൾ ഇവിടെ കുറേ ജീവികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഉടുമ്പിനെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടുമ്പിനെ കാണാനായിട്ടും കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. തായ്ലാൻഡിൽ വേറെ ഇപ്രാവശ്യം വന്നപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് കണ്ട ഒരു സംഭവമാണ് കേട്ടോ. സുനാമി ഇവാക്വേഷൻ റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഫുക്കറ്റിൽ എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സുനാമി എങ്ങനെ വന്നാൽ അങ്ങോട്ട് ഒരു 75 മീറ്റർ ഓടുക. അപ്പോൾ അവിടെ ഇവാക്വേഷൻ്റെ സ്ഥലമുണ്ട്, രക്ഷപ്പെടാനുള്ള സംഭവം ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബാംബു ഐലൻഡിൻ്റെ ഓരോ ഏരിയാസ് വരുന്നത്. അപ്പുറത്ത് നല്ല സൂപ്പർ കടൽ, ഇവിടേക്ക് ഒരു റിസർവ്ഡ് പാർക്ക് എന്നെല്ലാം പറയാം, അങ്ങനത്തെ ഒരു ഏരിയ. നമ്മളത് ബാംബു ഐലൻഡിൽ വന്നപ്പോൾ വേറെ പ്രത്യേകമായിട്ട് കണ്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തായ്ലാൻഡിൽ ബാക്കി കുറേ സ്ഥലത്ത് ഇപ്പോൾ പട്ടായ ആയിക്കോട്ടെ ബാങ്കോക്ക് ആയിക്കോട്ടെ ഇന്ത്യൻസ് കുറേ ഉണ്ട്. ഈ ഫുക്കറ്റും ബാംബു ഐലൻഡും ഈ ഒരു ഏരിയസിലോട്ട് ഇന്ത്യൻസ് വളരെ കുറവാണ്. ഫുൾ ഫോറിനേഴ്സാണ്. നമുക്കിപ്പോഴാണ് ശരിക്കും ഒരു പുറത്ത് അബ്രോഡ് ട്രിപ്പ് വന്നതിൻ്റെ ഒരു ഇത് കിട്ടുന്നത്. കാരണം പട്ടായ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഫുള്ള് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് തന്നെയാണ്. പട്ടായൊക്കെ ഫുൾ ഇന്ത്യൻസാണ്. ഞാൻ 2 years ബാക്കാണ് പട്ടായ പോയിട്ടുണ്ടായത്. അപ്പോഴും ഫുൾ ഇന്ത്യൻസ് ആയിരുന്നു. ഇവിടെ ഫുള്ള് ഫോറിനേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു രസമുണ്ട് ഇവിടെ. ഗൈസ്, നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ ബാംബു ബീച്ചിൽ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടുമാണ്. ഒരുമാതിരി ചൂടാണ്. നമ്മൾ ആ UV ഡ്രസ്സൊക്കെ എടുക്കാൻ മറന്നുകൊണ്ട് വൻ ശോകമായിട്ടുണ്ട്. അപ്പോൾ അതെ, നല്ല അടിപൊളി ബീച്ച്. ഇനി നമ്മൾ അടുത്തതായിട്ട് വേറെ ഏതൊരു ഐലൻഡിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ പാക്കേജിൽ മൊത്തം വരുന്നത്, ഇനി നമ്മൾ ഫിഫി ഐലൻഡിലോട്ട് പോകുന്നുണ്ട്, സ്നോർക്കലിംഗ് ഉണ്ട്, പിന്നെ കയാക്കിംഗ് ഒക്കെ ഉണ്ട് തോന്നുന്നു, പിന്നെ ലഞ്ചും എല്ലാം കൂട്ടിയിട്ടുള്ളതാണ് പാക്കേജ് വരുന്നത്. അത്ര ടോട്ടൽ ബഡ്ജറ്റ് എത്രയെന്ന് കറക്റ്റ് അറിയില്ല. അത് ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ നോക്കിയിട്ട് ടിക്കറ്റ് എടുത്തതായിരുന്നു. ഇങ്ങനെ കുറേ ബോട്ടുകൾ ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്, ആൾക്കാരൊക്കെ വരുന്നു. ഇന്ന് നമ്മുടെ സമയമായി. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 1 hour നമുക്കിവിടെ കിട്ടിയത്. 11:50 ഇറങ്ങി 12:50 നമ്മൾ തിരിച്ചു കയറണം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഫിഫി ഐലൻഡിൽ ഇറങ്ങിയേക്കാണ് കേട്ടോ. ഫിഫി ഐലൻഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു സിറ്റി പോലെ തന്നെയാണ്. ഇവിടെ ഹോസ്പിറ്റലുണ്ട്, പിന്നെ അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനുണ്ട്, 7-Eleven ഉണ്ട്, McDonald's എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഫിഫി ഐലൻഡിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് അടിക്കേണ്ട സ്ഥലം. അപ്പോൾ നമുക്ക് നേരെ ഇനി ഉള്ളിലോട്ട് കയറാം. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫിഫി ഐലൻഡിൽ നിന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതെ, നല്ല ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ സ്റ്റിർ ഫ്രൈഡ് സോർ ആൻഡ്
സ്വീറ്റ് ചിക്കൻ എന്തോ ഒരു സംഭവം, പിന്നെ മസാമൻ കറി ഉണ്ട്, പിന്നെ പൈനാപ്പിൾ സാലഡ് ഉണ്ട്, പിന്നെ വേറെ എന്തോ ഒരു കറി ഉണ്ട്. ഇതേ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല സൂപ്പർ ഫിഫി ഐലൻഡിൻ്റെ ബീച്ച് വ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ട് ഇതേ നമ്മുടെ ഫിഫി ഐലൻഡിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ സൊവിനിയേഴ്സ് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്പെഷ്യലായിട്ടുള്ള തായ്ലാൻഡിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഫിഫീൻ്റെ കുറച്ച് സൊവിനിയേഴ്സും ആന എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേ ഇവിടെ കുറേ പോസ്റ്റൽ കാർഡ്സും ഐറ്റംസൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് വലിയൊരു മരം കിട്ടും. ഇപ്പോൾ ഇവിടത്തേക്ക് എന്താ ഉള്ളത്, ഇതേ നമ്മുടെ ചാക്കോ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അവിടുത്തെ വേറൊരു എൻട്രൻസ് ആണ് തരുന്നത്. നോക്കൂ ഗൈസ്, എന്തൊരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. പിന്നെ ഇവിടെ കുറേ ഐസ്ക്രീമും സാധനങ്ങളും, പിന്നെ അതേപോലെ തന്നെ കുറേ സീ ഫുഡ് ഐറ്റം ലോബ്സ്റ്റർ. ഒരു അമ്പലത്തിൻ്റെ ഉള്ള രൂപമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് എന്തൊക്കെയോ ഒരു തുണിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഒരു മരത്തിൻ്റെ മുകളിൽ. അതും നമുക്ക് ഫിഫി ഐലൻഡിൽ കാണാൻ പറ്റും കേട്ടോ. ഈ ടൂറിസ്റ്റ് സ്പോട്ടിലും ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത്രയും ഇവിടെ ഫോറിനേഴ്സും ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്നാലും അവരുടെ കൾച്ചർ അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഫിഫി ഐലൻഡിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നേരെ നമ്മൾ വീണ്ടും ബോട്ടിൽ കയറാൻ പോവുകയാണ്. ബോട്ടിൽ കയറിയിട്ട് നമ്മളിനി അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വേറെ ബോട്ടിലോട്ടൊക്കെ ആൾക്കാർ കയറുന്നത്. നമ്മുടെ സമയം പറഞ്ഞത് 2:15 നമ്മൾ 2:10 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കയറുമ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ചപ്പലൊക്കെ ഊരണം, അല്ലെങ്കിൽ അതെല്ലാം പോവും. പിന്നെ നമുക്ക് നേരെ കയറാം. ബോട്ട് നമ്പർ 1 വിളിക്കുന്നുണ്ട്. ഞാൻ അവിടെ കയറാൻ കഴിയും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ട് വരുന്നത്. സ്നോർക്കലിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്നോർക്കലിംഗ് ആയിരിക്കും മിക്കവാറും. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ്റെ ഏരിയ വരുന്നത്. ഡ്രൈവർ മാമൻ്റെ ഇതാണ് കേട്ടോ. സ്റ്റിയറിങ്ങും മാപ്പും സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ കയറിയിട്ട് എൻ്റെ അവസ്ഥ നോക്കി നോക്കാം. ഇവിടെ ഇങ്ങനെ കയറിയിരിക്കാട്ടോ. നമുക്ക് ഇങ്ങനെ ആയിട്ട് കയറിയിരുന്ന് കഴിഞ്ഞാൽ ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ മാമ ഇരിക്കുന്നുണ്ട്. ഹലോ സവാത്തിക്ക. ആണ് നമ്മുടെ ബോട്ട് വരുന്നത്. നമ്മളിങ്ങനെ അടുത്തത് മങ്കി ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. മങ്കി ബീച്ചിൽ എന്താണ് മങ്കീനെ കാണാനുണ്ടോ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം കുറഞ്ഞ കടിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഇറങ്ങണത് ഡേഞ്ചറാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിലിരുന്നിട്ട് ഇവിടെ നിന്ന് മങ്കി ഉണ്ടോ നോക്കുക. അവിടെ ആൾ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മങ്കി ഉണ്ട് അവിടെ. മങ്കി ആൾക്കാരവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മങ്കീൻ്റെ. ഇങ്ങനത്തെയും ബോട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ബോട്ടിൻ്റെ വ്യത്യസ്തമായ വേറൊരു കാഴ്ച. അത് അതിൻ്റെ മുകളിൽ സോളാർ കൈ. അങ്ങനെ മങ്കി ബീച്ചിൽ നമ്മൾ വന്നു, മങ്കീനെയും കണ്ടു. ഇനി നേരെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ നമ്മൾ മങ്കി ഐലൻഡിന് ശേഷം ഇവിടെ ഫിഫീൻ്റെ ബ്ലൂ ലഗൂണോ അങ്ങനെ എന്തോ ഒരു സ്ഥലം, ഫില്ല ലഗൂൺ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നേക്കാനായിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കൂ ഗൈസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. അടുത്തത് ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അമ്മ ചേട്ടൻ നമ്മുടെ കപ്പിത്താൻ ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫിഫി ഐലൻഡിൻ്റെ പല വ്യത്യസ്തമായ സ്ഥലങ്ങൾക്കൊക്കെ വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും പോട്ടെ ഫോട്ടോ എടുക്കാൻ. ഞാനും പോയിട്ട് ഫോട്ടോ എടുക്കാം. നമ്മൾ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ കയാക്കിങ്ങിന് വേണ്ടി കയറിയേക്കാൻ നമ്മുടെ ഗ്ലാസ് പോലത്തെ ഇതുണ്ടല്ലോ താഴത്തേക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന കയാക്കിങ്ങിൽ നമ്മൾ കയറിയേക്കാൻ നമ്മുടെ ഡ്രൈവർ മാമൻ ബാക്കിലുണ്ട് കേട്ടോ. പിന്നെ ഇത് അമ്മേനെയും കൂട്ടിയിട്ടാണ് കയാക്കിങ്ങിൽ കയറിയേക്കുന്നത്. ഇതാണ് നമ്മുടെ ബോട്ട് വരുന്നത്. യാത് മാസ്റ്റർ എന്നാണ് പേര്. എന്താണ് പറയാനുള്ളത്? എനിക്ക് അതിന് പേടിയുണ്ടായിരുന്നത് എങ്ങനെ എന്താ സംഭവം. ഇപ്പൊ പേടിയില്ല. നമുക്കൊന്ന് ഇളക്കി നോക്കിയാലോ? വേണ്ട വേണ്ട. ഇതിന്റെ അടിയിൽ നോക്കിയാലും മീൻ കാണാം കേട്ടോ. അമ്മ ഇതില് വെള്ളമൊക്കെ കയറുന്നുണ്ട്. ഓട്ടം തോന്നുന്നു. ബോട്ടിൽ ഓട്ടം തോന്നുന്നു. ആൾക്കാരല്ല അവിടെ സ്നോർക്കൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇത് വരുന്നത്. നമുക്ക് ഇതിന്റെ അടിയിലേക്ക് എന്താന്നുള്ളത് നോക്കി നോക്കുക. കോറൽസ് ഒക്കെ ഉണ്ട് അടിയിലോട്ട്. ആ സൈഡിലോട്ടാണ് നമ്മുടെ വൈക്കിങ്സ് കേവും സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വൈക്കിങ്സ് കേവിൻ്റെ ഇതൊക്കെയാണ് അവിടെ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ പിന്നെ കുറേ ബേർഡ് നെസ്റ്റ് ഹണി എന്തെല്ലോ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അത് പക്ഷേ ഇപ്പോൾ കയറാൻ പറ്റില്ല. ഏകദേശം ഒരു 1 ഇയർ ആയിട്ട് ചേട്ടൻ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 1 ഇയർ ആയിട്ട് അത് മൊത്തം ക്ലോസ്ഡ് ആണ്. അപ്പോൾ അത് അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷേ ഇങ്ങോട്ട് നമുക്ക് പോകാം. ഹായ്, എല്ലാവരും ഇവിടെ വന്നിട്ട്
അടുത്തായിട്ട് നമ്മൾ എത്തിയേക്കുന്നത് മായാബേ ബീച്ചിലോട്ടാണ് കേട്ടോ. ഏറ്റവും തിരക്ക് കൂടിയ വേറൊരു ബീച്ചിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു ദിവസം 5000 ആൾക്കാരൊക്കെ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് 5 മിനിറ്റ് ഒന്നും അങ്ങോട്ട് നടക്കാനുണ്ട് ഉള്ളിലോട്ട് പോയിട്ട്. നമ്മളിങ്ങനെ മായാബേയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഫുൾ ഫോറിനേഴ്സാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ മൊത്തം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ കാണാനുള്ളതൊരു പ്രോജക്റ്റാണ്. വേറെ എന്തൊക്കെയുള്ളത് നോക്കി നോക്കാം. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. ഇന്ന് ട്യൂസ്ഡേ ആയിട്ടും അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. ഇതാണ് മായാബേ ബീച്ച് വരുന്നത് കേട്ടോ. മായാബേ ബീച്ചിലാണ് നമ്മുടെ ഷാർക്കും സംഭവങ്ങളൊക്കെ ഉള്ളത്. കുറേ ബേബി ഷാർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കൊരു ഷാർക്കിനെയും കാണാനില്ല. ഇതിലേക്ക് ഇറങ്ങാൻ പാടില്ല. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഷാർക്കൊക്കെ പിടിച്ച് തിന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് ഇവിടെ. മായാബേയിൽ വേറെ കണ്ട വ്യത്യസ്തമായ കാഴ്ചത്തെ ബ്രാൻഡിൻ്റെ ഒരു പ്രൊമോഷൻ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു സുന്ദരീൻ്റെ മായാബേ ബീച്ച് നല്ല രീതിക്ക് കൺസേർവ് ചെയ്യുന്ന ബീച്ചാണ് കേട്ടോ. അവിടെ ഫുൾ ടൈം ആൾക്കാർ ഇങ്ങനെ ലൗഡ് സ്പീക്കറിൽ വിളിച്ച് പറഞ്ഞിരുന്നു ഇറങ്ങരുത് അങ്ങനെ കുറേ സംഭവങ്ങൾ. ഈവൻ സൺസ്ക്രീൻ തേച്ചിട്ട് പോലും ഇറങ്ങാൻ പറ്റില്ല. കോറൽ ഇതിനെ വൻ രീതിക്ക് സംരക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏകദേശം 5000 to 1,00,000 ബാത്ത് വരെയാണ് അതിൻ്റെ ഫൈൻ വരുന്നത്. നമ്മുടെ കപ്പിത്താനത് അവിടെ നിൽക്കുന്നുണ്ട്. കപ്പിത്താൻ അവിടെ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ എല്ലാവരും സൺസെറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ സൺസെറ്റ്. അങ്ങനെ നമ്മൾ സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലൊരു സുന്ദരിയൊക്കെ ഇരിക്കുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ എന്താ പറയാനുള്ളത്, സ്പീഡിൽ പോകുന്നതാണ് പേടിയാവുന്നു. പേടിയായിരുന്നു. സ്നോർക്കൽ ചെയ്യാൻ വരെ പേടിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കയറുന്നേ ഇല്ല. എന്തൊക്കെയായിരുന്നു കാണണ്ടേ. അപ്പോൾ അതെ നോക്കുക, നല്ല രീതിക്ക് ആട്ടിൽ കയറി വെള്ളം പോകുന്നുണ്ട് കേട്ടോ. പാട്ടൊക്കെ ഉണ്ട്, ഫുൾ പാട്ടൊക്കെ ഉണ്ട്. ചേട്ടത്തിൻ്റെ പടായി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ആൾക്കാരായിട്ട് എന്തൊക്കെ പടായി വിട്ടിട്ട് അവരായിട്ട് സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മുടെ ഫുൾ ഡേ നമ്മൾ ബോട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ ഐലൻഡ് കണ്ടു. മായാബേയും അങ്ങനെ കുറേ ബാംബു ബീച്ച് അങ്ങനെ നല്ല ഒരുവിധ ഐലൻഡൊക്കെ കണ്ടു. ഞാൻ അന്ന് വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ 2 years മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫെറി എടുത്തിട്ട് വേറൊരു ട്രിപ്പാണ് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഫിഫിയും സ്നോർക്കലിങ്ങും മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുറേ ഐലൻഡ് വിസിറ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. നമ്മുടെ പാരൻസിൻ്റെ ഒക്കെ ഒപ്പം ഉള്ള ഒരു ട്രിപ്പ്. അപ്പോൾ അത് ടിക്കറ്റ് മൊത്തം ആയത് ഏകദേശം യാറ്റ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതിന് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ വേറെ നമുക്ക് ഇവരുടെ ഏതോ ട്രാവൽസിൻ്റെ തന്നെ ഏതോ ഒരു വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എടുക്കാൻ പറ്റും. ഏകദേശം ഒരു പെർ പേഴ്സൺ വരുന്നത് ആഫ്റ്റർ ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് INR ഒരു 6000 എന്തോ ആണ് പെർ പേഴ്സൺ വരുന്നത്. അത് നമുക്ക് ഇതിൽ ഫസ്റ്റ് ഒരു സ്നാക്സും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് ഉണ്ട്, പിന്നെ സ്നോർക്കലിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ കയാക്കിംഗ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ബാർബിക്യൂ, പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ജ്യൂസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം കൂടിയിട്ടുള്ളതാണ് വരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു പാക്കേജ് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനം നമ്മളിപ്പോൾ റൂമിലെത്തിയേക്കുകയാണ്. നമ്മൾ കാട്ടാ ബീച്ചിലുള്ള അങ്ങനെ ഏതൊരു സ്ഥലമാണ് വരുന്നത്. അവിടുത്തെ റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി റൂം ടൂറൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് പാമുക്കു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളോട് ചോദിച്ചേക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ, ക്ഷീണിതയായോ? സൂപ്പറോ? എന്നിട്ട് പേടിയായിരുന്നല്ലോ. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഇവൻ എന്നെ പേടിപ്പിക്കുകയായിരുന്നു കേട്ടോ. ഗൈസ് എന്താണ് ഗൈസ് പറയാനുള്ളത്? ഇനി വരുന്നവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? എന്തായാലും ഫുക്കറ്റ് മസ്റ്റ് വിസിറ്റ് ആണോ? ഫുക്കറ്റില്
ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും തായ്ലാൻഡ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പട്ടായ ബാങ്കോക്ക് മാത്രമല്ലാണ്ട് ഫുക്കറ്റും വരിക. ഫുക്കറ്റിലെ ഐലൻഡ്സും കാര്യങ്ങളൊക്കെ കാണുക. ഇനി നമ്മൾ ഫുക്കറ്റിലെ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യണോ? സ്നോർക്കലിംഗ് ചെയ്യണമെങ്കിൽ പേടിയായിരുന്നല്ലോ വെള്ളത്തിൽ ഇറങ്ങാൻ. പിന്നെ എന്ത് പറ്റി? ഇതിലെന്നെ പേടിപ്പിച്ചിട്ടാണ് കേട്ടോ. അവന് ഭയങ്കര പേടിയായിരുന്നു. എനിക്കൊരു പേടിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് നീന്തൽ അറിയണതാണ്. എന്നിട്ട് പേടിപ്പിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് രാഹുലിന്റെ ഒപ്പം. അന്നത്തെ കഥ പിന്നെ പറയാൻ ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. സൂപ്പർ ട്രിപ്പായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഇത്രയും ഐലൻഡ് ഒന്നും കണ്ടിട്ടില്ല. ഇന്ന് മായാ ബീച്ചും അങ്ങനെ കുറെ ഐലൻഡ് ഒക്കെ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു ബാക്കി ഐലൻഡ് ഒക്കെ കണ്ടിട്ട്? സൂപ്പർ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ. ഇനി കൂടുതലായി കഴിഞ്ഞാൽ കൂടുതൽ അവിടെ നിന്നുള്ള ബഡായികളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.